जब एनडीए की लोकसभा के चुने हुए सदस्यों ने मुझे अपने नेता के रूप में चुना और संसद के सेंट्रल हॉल में नेता के रूप में जब मेरा पहला भाषण हुआ तब मैंने कहा था, हमारी यह सरकार गरीबों को समर्पित है। ये विचार, ये भाव महात्मा गांधी और पंडित दीनदयाल उपाध्याय जी के चिंतन में से प्राप्त हुए हैं, प्रेरणा में से प्राप्त हुए हैं। अंत्योदय की दीनदयाल जी की कल्पना में से हमने हमारी सरकार के कार्यकलाप को रेखांकित करने का प्रयास किया है। ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നേതാവായി എന്നെ തെരഞ്ഞെടുത്തപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സർക്കാരായിരിക്കും ഈ വരാൻ പോകുന്ന സർക്കാർ. ദീൻദയാൽജി മുന്നോട്ട് വെച്ച അന്ത്യോദയം എന്നുള്ള ആശയം ഈ നാട്ടിലെ ഈ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ആശയം നടപ്പിലാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സർക്കാരിന്റെ 2.5 വർഷക്കാലത്തെ ചരിത്രം. सत्ता की राजनीति की गलियारे में आने से पहले अनेक वर्षों तक संगठन का कार्य करने का मुझे सौभाग्य मिला और मैं हमेशा कहता भी था, अनुभव करता था कि हमारे पार्टी के जितने महानुभाव हैं उनकी चिंतन धारा हमारी वैचारिक धरोहर तैयार करती है। लेकिन साथ साथ केरल के भारतीय जनसंघ के और केरल के भारतीय जनता पार्टी के सैकड़ों कार्यकर्ताओं ने गत दशकों में जो बलिदान दिए हैं, हजारों कार्यकर्ताओं ने जो यातनाएं झेली हैं, लाखों कार्यकर्ताओं ने, सामने कुछ नजर नहीं आता था, सत्ता दूर दूर तक दिखती नहीं थी। आज भी केरल के कार्यकर्ताओं को सत्ता का सौभाग्य नहीं मिला है, उसके बावजूद भी वे डटे रहे, वे जूझते रहे, विचार के लिए बलिदान होते रहे। ऐसे केरल के कार्यकर्ता सदा सर्वदा हिंदुस्तान के लाखों कार्यकर्ताओं की प्रेरणा रहे हैं। അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്തുന്നതിന് മുൻപ് വർഷങ്ങളോളം സംഘടനാ പ്രവർത്തനം നടത്തിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ അനുഭവത്തിന്റെ പാരമ്പര്യം, ആ കാലഘട്ടങ്ങളിൽ നിരവധി വ്യക്തികൾ ഈ സംഘടനയുടെ ഈ ആശയത്തെ മുന്നോട്ട് നയിച്ച, ഈ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച, അതിനു വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകിയ നിരവധി വ്യക്തികൾ, അവരുടെ പരിശ്രമം, അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളെല്ലാം തന്നെ നമുക്ക് സ്മരിക്കേണ്ട സംഭാവനകളാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ ഭാരതീയ ജനസംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ നൽകിയിട്ടുള്ള ബലിദാനം, നൂറുകണക്കിന് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വം, നൂറുകണക്കിന് പ്രവർത്തകർ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ആശയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും ആ കഷ്ടപ്പാടുകളിൽ ഒന്നും തന്നെ അടിപതറാതെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള
ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അല്പം പോലും താമസമില്ലാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അധികാരം എന്നുള്ളത് കണ്ണെത്താത്ത ദൂരത്തിലായിരിക്കുമ്പോഴും ഇന്നും അധികാരത്തിന്റെ അംശം പോലും അനുഭവിക്കാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം ആശയത്തിന് വേണ്ടി, സ്വന്തം പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുഴുവൻ പ്രേരണ നൽകുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. और मैं केरल के कार्यकर्ताओं को विश्वास दिलाना चाहता हूं कि आपने जो तपस्या की है, आपने जो यातनाएं झेली है, आपने जो बलिदान दिया है, ये बलिदान कभी बेकार नहीं जाएगा. कभी न कभी तो आपका बलिदान रंग लाएगा, केरल का भी भाग्य बदलेगा. भारतीय जनता पार्टी केरल के भाग्य को बदलने की निमित्त बनेगी, ये मैं साफ साफ देख रहा हूं. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രവർത്തകർക്ക് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ പ്രവർത്തകരും ജനങ്ങളും നൽകിയിട്ടുള്ള ഈ ബലിദാനം ഒരിക്കലും വ്യർത്ഥമാകില്ല. ഇതൊരിക്കലും വെറുതെയാകാൻ പോകുന്നില്ല. കേരളത്തിന്റെയും ഭാഗ്യം, കേരളത്തിലും മാറ്റത്തിന്റെ തുടക്കം, ആ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിന്റെ മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ ആയിരിക്കും. ആ മാറ്റം ഉണ്ടാകും. അതിന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നിമിത്തമായിട്ട് മാറും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. केरल में हिंदुस्तान का नंबर 1 राज्य बनके की हर प्रकार की शक्ति पड़ी हुई है. हम उसको ताकत देना चाहते हैं और देश में केरल अग्रिम पंक्ति में आगे बढ़े, इसके लिए भारतीय जनता पार्टी और भारत सरकार पूरी तरह अपना योगदान देने के लिए सदा सर्वदा तैयार रहेगी. കേരളം ഈ രാജ്യത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാകാനുള്ള ശേഷിയുള്ള, ക്ഷമതയുള്ള സംസ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. देश एक ही मंत्र को लेकर के आज बहुत तेज गति से आगे बढ़ रहा है. सबका साथ, सबका विकास, और इसलिए विकास का मंत्र लेकर के, अनेक योजनाओं लेकर के आज देश पूरी दुनिया में एक स्वर से कहा जा रहा है कि विश्व की तेज गति से आगे बढ़ने वाली इकोनॉमी में, दुनिया की बड़ी बड़ी इकोनॉमी में हिंदुस्तान आज सबसे तेज गति से आगे बढ़ने वाली इकोनॉमी है. ഈ രാജ്യം മുഴുവൻ ഒരേ ഒരു സന്ദേശവുമായിട്ട്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള സന്ദേശം, ആ സന്ദേശവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയായിട്ട് ഈ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. मछुआरा हो या मजदूर हो, किसान हो या कारोबारी हो, दिल्ली में बैठी हुई सरकार हर किसी को एम्पावर करने के लिए, हर किसी को एक नई ऊर्जा, नई शक्ति, नया सामर्थ्य, नया अवसर देने के लिए प्रयास कर रही है. और सारी योजनाएं समाज के सशक्तिकरण पर केंद्रित की गई है. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, തൊഴിലാളികളാകട്ടെ, കർഷകരാകട്ടെ, കാർഷിക മേഖലയിലെ തൊഴിലാളികളാകട്ടെ, ആരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട്
അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. आज मानव जात के सामने अनेक चुनौतियां हैं. हम कई वर्षों से सुन रहे हैं 21वीं सदी एशिया की सदी, और 21वीं सदी एशिया की सदी बने इसके लिए हर प्रकार की संभावनाएं हैं, हर प्रकार की शक्तियां मौजूद है और सारे अवसर साफ साफ नजर आ रहे हैं. മനുഷ്യരാശിയുടെ മുൻപാകെ നിരവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിടാനുള്ള ശേഷി നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ്. ആ ഏഷ്യയുടെ നൂറ്റാണ്ടായിട്ട് 21ാം നൂറ്റാണ്ടിനെ മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ശക്തി സമാഹരിക്കൽ, അതിനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നുള്ളത് ഇന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. एशिया के सभी देश 21वीं सदी एशिया की बने, हर देश अपना योगदान देने के लिए भरसक प्रयास कर रहा है. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാക്കി മാറ്റാൻ ഈ ഭൂഖണ്ഡത്തിലെ, ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. लेकिन एक देश एशिया में ऐसा है जो 21वीं सदी एशिया की न बने, पूरा एशिया रक्त रंजित हो, पूरा एशिया आतंकवाद की चपेट में आ जाए, खून खराबा हो, निर्दोष लोग मौत के घाट उतार दिए जाए, उसके षड्यंत्र करने में पूरी तरह लगा हुआ है. പക്ഷേ 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാകാൻ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും പരിശ്രമിക്കുമ്പോൾ ഒരു രാജ്യം മാത്രം അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ നാട്ടിൽ, ഈ ഭൂഖണ്ഡത്തിൽ അശാന്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂഖണ്ഡത്തിൽ രക്തപ്പുഴകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡത്തിൽ അഹിംസയുടെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്. ഭീകരവാദത്തിന്റെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡം പുരോഗതിയിലേക്ക് നീങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. एशिया के अंदर जहां जहां आतंकवाद की घटनाएं घट रही हैं, हर देश एक ही देश को गुनहगार मानता है. सवाल सिर्फ भारत का नहीं है, यही एक देश है जो चारों तरफ आतंकवाद को एक्सपोर्ट करने में लगा हुआ है. ഏഷ്യയിൽ എവിടെയൊക്കെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആ സംഭവങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യമാണ് കുറ്റവാളി. ഏഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലും നാലുപാടും ഭീകരവാദം വിതക്കുന്ന രാജ്യമായിട്ട് ഈ രാജ്യം മാറിയിരിക്കുന്നു. अफगानिस्तान हो, बांग्लादेश हो, अड़ोस पड़ोस के और देश हो, सब दूर. और आपने देखा होगा दुनिया में जब भी आतंकवाद की घटनाओं की खबर आती है तो थोड़े दिन में यह भी खबर आती है कि आतंकवादी या तो इस देश से गया था, या तो आतंकवादी घटना करने के बाद ओसामा बिन लादेन की तरह उस देश में आकर के बसा था, वही उसका आश्रय स्थान बना था. ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, അത് അഫ്ഗാനിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആണെങ്കിലും, എന്ന് മാത്രമല്ല ലോകത്തെവിടെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും
ഈ നാടിന്റെ പേര്, ഈ രാജ്യത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു, അതിന്റെ ഉത്തരവാദിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്നുകിൽ ഭീകരവാദികൾ ഈ നാട്ടിൽ നിന്ന് പോയി അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലെ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഈ രാജ്യത്ത് വന്ന് അഭയം തേടി അവിടെ ഒളിത്താവളമാക്കിയിട്ട് മാറ്റുന്നു.